നാടോടി കഥകൾ എന്നും കേൾക്കാൻ വളരെ രസമാണ്. സൂര്യനും ചന്ദ്രനും എങ്ങനെ ആകാശത്തെത്തി എന്നതിൻ്റെ ഒരു രസകരമായ നൈജീരിയൻ നാടോടി കഥ കേട്ടാലോ? പണ്ട് വളരെ കാലങ്ങൾക്ക് മുന്നേ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് ഭൂമിയിലായിരുന്നത്രേ താമസിച്ചിരുന്നത്. അവരുടെ ഉറ്റ ചങ്ങാതിയായിരുന്നു ജലം. പുഴകളെയും തടാകങ്ങളെയും സമുദ്രങ്ങളെയും എല്ലാം നിറയ്ക്കുന്ന ജലം അതിശക്തനും വളരെയധികം വിസ്തൃതിയുള്ളവനുമായിരുന്നു. സൂര്യന് ജലത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവൻ്റെ അടുത്തേക്ക് ചെല്ലുമായിരുന്നു. ഒരിക്കൽ സൂര്യന് ഒരു സംശയം തോന്നി. താൻ എപ്പോഴും ജലത്തെ കാണുവാൻ അവൻ്റെ താമസ സ്ഥലത്താണ് ചെല്ലുക, എന്നാൽ ഒരിക്കൽ പോലും അവൻ തങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണ്? ഈ സംശയം ജലത്തോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, സൂര്യ, നിന്റെ വീടിന് എന്നെയും എൻ്റെ ജനത്തെയും താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല. ഞാനും പിന്നെ എന്നിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ, ഞണ്ടുകൾ പോലെയുള്ള അനേകം ജലജീവികൾ, ഇവയെല്ലാം നിന്റെ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്ഥലമുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാത്തത്. അങ്ങനെയായാൽ പറ്റില്ലല്ലോ. സൂര്യനും ചന്ദ്രനും ചേർന്ന് ഒരു തീരുമാനമെടുത്തു. സുഹൃത്തിനെ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. അതിനായി രണ്ടുപേരും ഒരുമിച്ച് കഷ്ടപ്പെട്ട് അതിഗംഭീരമായ ഒരു വീട് പണിതു. അതുവരെ ആരും കാണാത്തത്ര വലുതായിരുന്നു ആ വീട്. പണി തീർന്നു കഴിഞ്ഞപ്പോൾ സൂര്യൻ ജലത്തെ തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ച ജലം തുടക്കത്തിൽ ഒരു ചെറിയ ഒഴുക്കായി വീട്ടിലേക്ക് എത്തി. അകത്തു കയറുന്നതിന് മുൻപേ അവൻ ഒരിക്കൽ കൂടി ചോദിച്ചു, ഞാൻ കയറിക്കോട്ടെ? ആവശ്യത്തിന് സ്ഥലം ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായും ഉണ്ട് സുഹൃത്തെ, നീ കയറിക്കോളൂ, സൂര്യൻ മറുപടിയും കൊടുത്തു. അങ്ങനെ ജലം പതിയെ അകത്തേക്ക് പ്രവേശിച്ചു. കൂടെ മീനുകളും ഞണ്ടുകളും തുടങ്ങിയ പലവിധ ജലജീവികളും. ജലം കൂടുതൽ പ്രവേശിക്കും തോറും വീട് നിറയാൻ തുടങ്ങി. അത് കണ്ടു ഭയന്ന ജലം വീണ്ടും ചോദിച്ചു, സുഹൃത്തെ, എന്നോടൊപ്പം ഇനിയും കുറേ പേർ വരുന്നുണ്ട്. ഞാൻ ഇനിയും അകത്തേക്ക് കയറണോ? സൂര്യൻ ഒരു നല്ല ആതിഥേയൻ ആകുവാൻ വേണ്ടി പറഞ്ഞു, അതിനെന്താ, എല്ലാവരെയും വിളിച്ചോളൂ. ഇനിയും ഏറെ സ്ഥലമുണ്ടല്ലോ അകത്ത്. ധൈര്യമായി കയറിക്കോളൂ. അധികം താമസിയാതെ വെള്ളം ഉയർന്ന് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മുട്ടുവരെയും പിന്നീട് നെഞ്ചുവരെയുമായി. ഇനി അകത്തു നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ അവർ പതിയെ വീടിൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ കയറി. പതിയെ വെള്ളം മേൽക്കൂരയിൽ തട്ടാൻ തുടങ്ങി. ഭൂമിയിൽ എവിടെയും കര കാണാതെയായി. എല്ലായിടവും വെള്ളത്തിൽ മുങ്ങി. അങ്ങനെ ഗത്യന്തരമില്ലാതെ ആ വെള്ളത്തിനൊപ്പം സൂര്യനും ചന്ദ്രനും ഉയർന്ന് ആകാശത്തെത്തി. അന്നു മുതൽ അവർ താഴെ വെള്ളത്താൽ നിറഞ്ഞ ഭൂമിയെ നിരീക്ഷിച്ചുകൊണ്ട് ആകാശത്ത് താമസമാക്കി. അങ്ങനെയാണത്രേ സൂര്യനും ചന്ദ്രനും ആകാശത്തെത്തിയതും ഭൂമിയിൽ ഏറെയും വെള്ളത്താൽ മൂടപ്പെട്ടതും. കഥയിൽ ചോദ്യമില്ല എന്നാണല്ലോ, പ്രത്യേകിച്ചും നാടോടി കഥകളിൽ. നമ്മുടെ സാഹചര്യങ്ങളെയും പരിമിതികളെയും മനസ്സിലാക്കാതെയുള്ള പ്രവൃത്തികൾ നമ്മൾക്ക് വളരെയധികം നഷ്ടങ്ങളും അപകടങ്ങളും വരുത്തിവെക്കുമെന്ന് ഒരുപക്ഷെ വരും തലമുറയെ നൈജീരിയൻ ജനത പഠിപ്പിച്ചിരുന്നത് ഈ നാടോടി കഥയിലൂടെയായിരിക്കും, അല്ലേ?